അവനും അവൾക്കും വിശുദ്ധനും വിശുദ്ധയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി ഒഴിക്കേണ്ട ഒരു ചോദ്യമാണത്. വിശുദ്ധിക്ക് വേണ്ടി ഇനി എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക? നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥന ഉയരുന്നില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം. ബോബിയച്ചനൊക്കെ ഇങ്ങനെ ഒരു ടോക്ക് പറയുമ്പോൾ ഇതുപോലൊരു ഓർമ്മപ്പെടുത്തൽ നെഞ്ചിൽ തറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും വിശുദ്ധരാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളായി വളരട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല കുഞ്ഞുങ്ങളായി വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളരാൻ വേണ്ടി നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാളിൽ ഇന്ന് നൽകിയിരിക്കുന്ന സുവിശേഷം നമ്മൾ നോക്കണം. നല്ല മത്സ്യങ്ങളെ എടുക്കുകയും ചീത്ത മത്സ്യങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്യുന്നു. പരമപരിശുദ്ധനായവന്റെ മുൻപിൽ നിൽക്കാൻ ജീവിതത്തിന്റെ വിശുദ്ധിയില്ലാതെ പറ്റുമെന്ന് നമ്മൾക്ക് എന്ന് തുടങ്ങിയാണ് തോന്നി തുടങ്ങിയത്. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശുദ്ധിയിൽ വളർത്താൻ മനസ്സാകണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട നേരമായിരിക്കും. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ തിരുമുൻപിൽ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ വേണ്ടിയിട്ടല്ല, വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ മുൻപിൽ വെൽ ആൻഡ് ഗുഡ്, നല്ല കുഞ്ഞുങ്ങൾ, ബെറ്റർ പേഴ്സൺ, സക്സസ്ഫുൾ മാൻ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ നമ്മുടെ തലമുറകളും ഒക്കെ വളർന്നു വന്നിട്ടും കാര്യമില്ലെന്ന് തന്നെയാണ് വചനം ഓർമ്മപ്പെടുത്തണേ. ഈ ഹോളി ആസ് മൈ ഫാദർ ഈസ് ഹോളി. കർത്താവിന്റെ ഓർമ്മപ്പെടുത്തണം. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. കൽക്കത്തയിലെ മദർ തെരേസയുടെ അടുത്ത് ഒരു മലയാളി വൈദികനെത്തുന്നു. അദ്ദേഹത്തെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സ് പരിചയപ്പെടുത്തുന്നു. മദർ ഹീസ് എ ഗുഡ് പ്രീസ്റ്റ് ഫ്രം കേരള. ഇദ്ദേഹം കേരളത്തിൽ നിന്നുള്ള നല്ല ഒരു വൈദികനാണ്. അതിലിങ്ങനെ കണ്ണടച്ച് തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഡോണ്ട് കോൾ ഇറ്റ് ഗുഡ് ബട്ട് കോൾ ഇറ്റ് ഹോളി.